ഇപ്പോൾ നമ്മളിന്ന് തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് 1 ആണ് ടെക്സ്റ്റിൻ്റെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു ടോപ്പിക്കാണ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. അതായത് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ ആന്ത്രോപോളജി തന്നെയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി എവല്യൂഷൻ, ഒറിജിൻ, അവരുടെ ഹിസ്റ്ററി, അവർ തമ്മിലുള്ള റിലേഷൻ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിലോട്ട് നോക്കാം. സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് കംപ്ലീറ്റ് ഡിവോഴ്സിങ് നടക്കാത്ത വളരെ ക്ലോസ് റിലേഷനുള്ള സബ്ജക്റ്റാണ്. സോഷ്യോളജിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഡിസിപ്ലിൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ ആന്ത്രോപോളജി അഥവാ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടിനെയും രണ്ടായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. എന്നാൽ രണ്ടുപേർക്കും അവരവരുടേതായ എക്സിസ്റ്റൻസ് ഉണ്ട്. രണ്ടുപേർക്കും അവരുടെ സബ്ജക്ട് മാറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. പിന്നെ പറയുന്നത് വെച്ചാൽ ഇതൊരു സോഷ്യോളജി ആയാലും സോഷ്യൽ ആന്ത്രോപോളജി ആയാലും രണ്ടും വളരെ യങ് ഡിസിപ്ലിൻ ആണ്. നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോൾ നാച്ചുറൽ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാത്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തെ ഹിസ്റ്ററി, അതിൻ്റെ എവല്യൂഷനൊക്കെ ഒരുപാട് കാലം പിന്നിലേക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവ രണ്ടും സോഷ്യോളജി ആയാലും ആന്ത്രോപോളജി ആയാലും അത്രയും കാലത്തെ പഴക്കമില്ല. 19th സെഞ്ച്വറിയിലുണ്ടായ സൊസൈറ്റിയിലുണ്ടായ കുറച്ച് മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ടായ രണ്ട് സബ്ജക്റ്റുകളാണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും. അപ്പം യങ് ഡിസിപ്ലിനുകളാണ് റീസെൻ്റ് ആയിട്ട്, അതായത് റീസെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ വർഷമൊന്നുമല്ല, 19th സെഞ്ച്വറിയിലാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒറിജിൻ ഉണ്ടാവുന്നത്. നമുക്ക് രണ്ടായിട്ട് പഠിക്കാം. ഫസ്റ്റ് എമർജൻസി സോഷ്യോളജി പഠിക്കാം. ഞാനൊരു ബേസിക് ഐഡിയ ആദ്യം പറയാം. നിങ്ങൾക്ക് പിന്നീട് ഞാൻ ഈ ഒരു ഓർഡറിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു ബേസിക് ഐഡിയ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എന്താണ് അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് സോഷ്യോളജി ആയാലും സോഷ്യൽ ആന്ത്രോപോളജി ആയാലും നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എമർജൻസ് എന്ന് തുടക്കം പറയുന്നത് വെസ്റ്റേൺ യൂറോപ്പ്, ഫ്രാൻസ്, ജർമ്മനി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ യൂറോപ്പിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സബ്ജക്റ്റുകളുടെ ഒരു എമർജൻസ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഒരു സൊസൈറ്റികളിലാണ്. പണ്ട് കാലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഒരു ഫ്യൂഡലിസം എക്സിസ്റ്റ് ചെയ്ത ഫ്രാൻസിലായാലും അല്ലെങ്കിൽ ട്രേഡ് തുടങ്ങുന്ന ഇംഗ്ലണ്ടിലായാലും അവരുടെ സൊസൈറ്റിയിലുണ്ടായ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പം ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റ് ആവാം, സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുണ്ടായ മാറ്റമാവാം. ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് കുറെ ചിന്തകർക്ക് പുതിയ പുതിയ ഐഡിയോളജി വരുന്നു. ആ ഐഡിയോളജിയുടെ ഫലമായിട്ടൊരു പുതിയ സബ്ജക്റ്റ് ജനിക്കുന്നു. അതാണ് സോഷ്യോളജി. ആ കാരണങ്ങൾ, സൊസൈറ്റിയിലുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ ഫ്രഞ്ച് റെവല്യൂഷനോ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റോ ഏജ് ഓഫ് റീസണിങ്ങോ ഒക്കെ പറയാൻ പറ്റും. അത് ഓരോന്നായിട്ട് പറഞ്ഞു വരാം. ഫസ്റ്റ് സോഷ്യോളജിയുടെ എമർജൻസ്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഉത്ഭവത്തിന് കാരണങ്ങളെ നമുക്ക് അതിന് സോഷ്യോ എക്കണോമിക് കാരണങ്ങൾ, പൊളിറ്റിക്കൽ കാരണങ്ങൾ, സയന്റിഫിക് കാരണങ്ങൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഓരോന്നിനും അതിൻ്റെതായ എക്സിസ്റ്റൻസ് ഉണ്ട്. ഫസ്റ്റ് 18th and 19th സെഞ്ച്വറികളിൽ ഇത്തരം വെസ്റ്റേൺ യൂറോപ്യൻ സൊസൈറ്റികളിൽ ചില റാപ്പിഡായ ചേഞ്ചുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഫ്രാൻസിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ഫ്യൂഡലിസം മാറുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നു, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം മാറുന്നു. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ആരംഭിക്കുന്നു, അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു, എക്സ്പ്ലോറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് കാരണം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ മൂലം 18th and 19th സെഞ്ച്വറികളിൽ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലുണ്ടായ കാരണങ്ങളായിട്ടാണ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ഉണ്ടാകുന്നത്. അവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുതിയ പുതിയ മെത്തേഡ്, സയന്റിഫിക് മെത്തേഡുകൾ അല്ലെങ്കിൽ സയന്റിഫിക് ഇൻവെൻഷനുകൾ സംഭവിക്കുന്നു. നാച്ചുറൽ സയൻസിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡുകൾ മാറുന്നു. ഒരു ഡിവൈൻ തിയറി, ബിബ്ലിക്കൽ തിയറി, ദൈവം ആഡം ആൻഡ് ഈവ് അല്ലെങ്കിൽ ആദം ഹൗവ എന്ന് പറയുന്ന രണ്ടുപേരെ സൃഷ്ടിച്ചു, അവരാണ് മനുഷ്യർ, അല്ലെങ്കിൽ അവരുടെ നിന്നാണ് മനുഷ്യകുലം ഉണ്ടായത്, ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ എർത്ത് ഫ്ലാറ്റ് ആണ് എന്നുള്ള ഐഡിയ, ഇങ്ങനെയൊക്കെയുള്ള ബൈബിളിൽ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ മാറി തുടങ്ങും. കാരണം ആളുകൾക്കൊരു പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തുകൊണ്ട് അങ്ങനെ എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങും. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് സംഭവം ഉണ്ടായാലും നമ്മളതിനെ എന്ത് ചെയ്യും, വൈ അല്ലെങ്കിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് റിവേർട്ട് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനുകളും അങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഏജ് ഓഫ് റീസണിങ് എന്ന് പറയുന്നത്. കാരണം തിരക്കുന്നു. ആ ഏജ് ഓഫ് റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റികൾ മാറാൻ തുടങ്ങുന്നത്. ഇവിടെ ഈ ഒരു സയന്റിഫിക് ആയ ചേഞ്ച്, സൊസൈറ്റിയിലുണ്ടായ സയന്റിഫിക് ആയ ചേഞ്ചസ്, സയന്റിഫിക് മെത്തേഡുകൾ, സയന്റിഫിക് ഇൻവെൻഷനുകൾ, ആ മെത്തേഡുകൾ എന്തുകൊണ്ട് നമുക്ക് ഹ്യൂമൻ
ഹ്യൂമൻ വേൾഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ ചില ഫിലോസഫിക്കൽ തിങ്കേഴ്സ് ചോദിച്ചു തുടങ്ങും. അതിൽ പ്രൊമിനന്റ് ആയ രണ്ട് ആളുകളാണ് കോംറ്റെ ആൻഡ് ദർഖെയിം. അവർ രണ്ടുപേരും എന്ത് ചെയ്യും, അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, കുഡ് എ സിമിലർ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ബി അപ്ലൈഡ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സോഷ്യൽ വേൾഡ്. അതായത് മനുഷ്യന്മാരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതേ സയന്റിഫിക് മാറ്റങ്ങൾ അപ്ലൈ ചെയ്തുകൂടെ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എമേർജ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പിലുണ്ടായ മാറ്റം, ഞാൻ പറഞ്ഞു യൂറോപ്പിലുണ്ടായ മാറ്റമാണ്. യൂറോപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? യൂറോപ്പിൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് അഗ്രേറിയൻ സൊസൈറ്റി, അതായത് കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരു അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറുന്നു. സ്മോൾ ഹോം ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതായത് ചെറുകിട കുടിൽ വ്യവസായങ്ങളെല്ലാം എന്ത് ചെയ്യും, ലാർജ് സ്കെയിൽ ഫാക്ടറി എന്റർപ്രൈസ്, വലിയ രീതിയിൽ ആളുകൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ആരംഭിക്കും, ഒരുപാട് എമൗണ്ട് ഓഫ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആ യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഉണ്ടാവാൻ പോവാണ്. എന്താണ് യൂറോപ്പിലുണ്ടായ പൊളിറ്റിക്കൽ അപ്ഹെവൽ? പൊളിറ്റിക്കൽ അപ്ഹെവലിനോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രാൻസിന്റെ കാര്യം. ഫ്രാൻസിൽ എന്ത് സംഭവിച്ചു? ഫ്രാൻസിൽ ഫ്യൂഡലിസം എക്സിസ്റ്റ് ചെയ്തു. നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ എന്താണ്, ഒരു ക്ലർജി നോബിൾസ് ഉണ്ട്, അവർ താഴെ ഉള്ള പെസൻസിനെ, അതായത് തേർഡ് ടയറിൽ കിടക്കുന്ന പെസൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ജീവിക്കുക. അപ്പൊ അതാണ് ശരിക്കും എന്താണ് ഫ്രാൻസിൽ നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആളുകൾ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ പ്രൊട്ടസ്റ്റ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ, ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായിട്ടാണ് പൊളിറ്റിക്കൽ അപ്ഹെവൽ എവിടെ സംഭവിച്ചു, യൂറോപ്പിൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയുന്നത് ഫ്രാൻസിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, ഒരു കെയോസ് ആൻഡ് ഡിസറെ തുടങ്ങും. കെയോസ് ആൻഡ് ഡിസർ എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഫ്യൂഡലിസം ആയിരുന്നു. പെട്ടെന്ന് ഒരു പുതിയ ഐഡിയോളജി, ലിബറൽ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല, പുതിയ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ പരിഹാരം കാണണം എന്നറിയത്തില്ല. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പലരും ചിന്തിച്ചു തുടങ്ങും. ഈ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് നമുക്ക് പഴയ ഫ്യൂഡലിസം കൊണ്ടുവന്നാൽ മതിയോ, അത് ലിബറൽ ഡെമോക്രസി എങ്ങനെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ സോഷ്യൽ ഡിസോർഡർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഡിസോർഡറിനെ മാറ്റാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയെ റീഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് ഫിലോസഫിക്കൽ തിങ്കേഴ്സിന്റെ ഉത്തരമായിട്ട് സോഷ്യോളജി വരുന്നത്. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ മാറിപ്പോയ സൊസൈറ്റികളെ പറ്റി പഠിക്കാൻ തുടങ്ങും. അപ്പൊ സൊസൈറ്റിയെ പറ്റിയുള്ള പഠനം, സ്റ്റഡി ഓഫ് സൊസൈറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി എന്ന് പറഞ്ഞ് മാറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രാൻസിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ, അതായത് ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എൻലൈറ്റൻമെന്റ്, രണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സോ ഫസ്റ്റ് ഇവിടെ എൻലൈറ്റൻമെന്റ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി, ഏജ് ഓഫ് റീസണിങ് ആരംഭിച്ചു. പിന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ആളുകൾക്ക് എന്ത് ചെയ്യും, അവർ ആ ഒരു റീസണിങ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ ഫിലോസഫിക്കൽ തോട്ട്, നമ്മുടെ ചിന്താഗതികളെല്ലാം മാറാൻ തുടങ്ങി, പുതിയ ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് എമേർജ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ആഡം ആൻഡ് ഈവ് എന്ന് പറഞ്ഞ സംഭവം അല്ല, നമുക്ക് വേറൊരു എവല്യൂഷൻ തിയറി പറയാനുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, എർത്ത് ഫ്ലാറ്റ് അല്ല എന്നൊക്കെയുള്ള ഒരുപാട് ഐഡിയോളജി, പുതിയ ഐഡിയാസ്, ബിലീഫ്സ് എല്ലാം എമേർജ് ചെയ്യപ്പെടുന്നു. മൊണ്ടെസ്ക്യൂ, റൂസോ, അങ്ങനത്തെ പോലത്തെ ഒരുപാട് ഫിലോസഫിക്കൽ തിങ്കേഴ്സ് പുതിയതായിട്ട് വരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അപ്പം എല്ലാ കാര്യങ്ങളും, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഒരു ഡിവൈൻ ഓർഡറിൽ, ഡിവൈൻ തിയറിയിൽ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിരുന്ന തിയറികൾ ഫുൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന കുറെ ഫിലോസഫിക്കൽ തിങ്കേഴ്സ് ആണ് മൊണ്ടെസ്ക്യൂ, റൂസോ, കോംറ്റെ, ഡർഖെയിം ഇങ്ങനെയുള്ള പോലുള്ള ആളുകൾ. അപ്പോൾ റാഷണലായി, ക്രിട്ടിക്കലായിട്ട് ആളുകൾ ചിന്തിക്കും. എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യും, എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ഡിവൈൻ തിയറി മാറി തുടങ്ങി. അതാണ് അവിടെ ഉണ്ടായ ഏറ്റവും പുതിയ മാറ്റം, ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റം. അതിന് ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു കാരണമാണ് സയന്റിഫിക് റെവല്യൂഷൻസ്. സയന്റിഫിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് ആ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം സംഭവിക്കും. വിപ്ലവം ഉദ്ദേശിക്കുന്നത് നമ്മൾ സമരം ചെയ്തു എന്നുള്ള നിലയ്ക്കല്ല. പല ആളുകളും പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു, കുറെ മെഷീൻസ് ഇൻവെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം കുറച്ചും കൂടി എളുപ്പമാക്കുന്ന രീതിയിലേക്ക് മാറും.
പണ്ട് നമ്മൾ മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല വർക്കുകളും ഇന്ന് മെഷീൻ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എന്താ കുറച്ചുകൂടെ കംഫർട്ട് ആൻഡ് കോസി ആയിട്ട് മാറുന്നില്ലേ? അത് തന്നെയാണ് അവിടുത്തെ ആളുകൾക്കും സംഭവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഫാക്ടറി വർക്കേഴ്സ് എന്താണ് പെസൻസ് ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഫാക്ടറിയിലും മെഷീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് വരാൻ തുടങ്ങുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് മൂലം ആളുകൾക്ക് ഒരു പുതിയൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. നേച്ചറിനോടും മാനിനോടും പുതിയൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ എല്ലാ സംഭവങ്ങളെയും, അതായത് നേച്ചുറൽ ഒബ്ജക്ട്സിനെ ഫുള്ള് നമുക്ക് മുന്നിലേക്ക് തരുന്ന ഏതൊരു സാധനത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നു. ഒരു ക്ലോസ് ഒബ്സർവേഷനിലേക്ക് ആളുകൾ വരുന്നു. അവരുടെ മെറ്റീരിയൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. നേച്ചറിനോടും സൊസൈറ്റിയോടും അവർ എങ്ങനെയാണ് അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഫുള്ള് ചേഞ്ച് ചെയ്യുന്നു. എന്നുവെച്ചാൽ നമുക്ക് പുതിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് അടിമുടി മാറത്തില്ലേ? അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ആളുകൾക്ക് പുതിയ പുതിയ സൗകര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവർ എല്ലാത്തിനോടും എന്ത് ചെയ്യുന്നു, ഒരു പുതിയ മാറ്റം, ഒരു ബിഹേവിയറൽ പാറ്റേൺ ആവട്ടെ, അവരുടെ ജീവിത രീതി ആവട്ടെ, അവരുടെ വർക്കിംഗ് മെത്തേഡ് ആവട്ടെ, എല്ലാം എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു തുടങ്ങി. ഓൾഡ് ഐഡിയാസ് എല്ലാം മാറും. എന്ന് ബിബ്ലിക്കൽ ഐഡിയാസിന് എല്ലാം മാറും. ഇതിന്റെയൊക്കെ ഒരു ഫലം, മേജർ എഫക്റ്റുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, കോപ്പർനിഷ്യൻ റെവല്യൂഷൻ, കോപ്പർനിക്കസിന്റെ തിയറി. അതായത് നമ്മൾ അത്രയും കാലം നമ്മൾ ബൈബിളിൽ പറഞ്ഞതുപോലെ എന്താ വിശ്വസിക്കുന്നത്, എർത്ത് എന്താണ് സെൻട്രലിൽ നിൽക്കുന്നു, അതിന് ചുറ്റും മറ്റ് പ്ലാനറ്റ്സ്, സൺ ഉൾപ്പെടെയുള്ള മറ്റ് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. ഇതാണല്ലോ നമ്മുടെ ബൈബിളിൽ പറയുന്നത്. അതിനെ ജിയോ സെൻട്രിക് തിയറി എന്നാ പറഞ്ഞത്. ജിയോ മീൻസ് എർത്ത്, സെൻട്രിക് നടുക്ക്, ജിയോ സെൻട്രിക് തിയറി. ഇതായിരുന്നു നമ്മുടെ തിയറി. പെട്ടെന്ന് കോപ്പർനിക്കസിനെ പോലുള്ള പല ആളുകളും പഠനം നടത്തിയതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഹീലിയോസെൻട്രിക് തിയറിയാണ് ശരിക്കും സത്യം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും. അതായത് കോപ്പർനിക്കസ് പറഞ്ഞ പോലെ ജിയോസെൻട്രിക് തിയറി അല്ല, എർത്ത് അല്ല നടുക്ക്, പിന്നെ എന്താണ്, സണ്ണാണ് നടുക്ക്. സണ്ണിന് ചുറ്റുമാണ് എർത്ത് ഉൾപ്പെടെയുള്ള പല പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയോളജി ഡെവലപ്പ് ചെയ്യും. അതാണ് ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. അതുപോലെ ഇതിനൊക്കെ അപ്പോഴൊക്കെ ഭയങ്കര നമ്മുടെ എന്താ ചർച്ചിന്റെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കും. ഇവരെയൊക്കെ കോപ്പർനിക്കസിനൊക്കെ ഗലീലിയോ എന്താണ് ടെലസ്കോപ്പ് കണ്ടുപിടിക്കും. ആ പുള്ളിയുടെയൊക്കെ ആ ടെലസ്കോപ്പിനൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോഴാണ് ഹീലിയോസെൻട്രിക് തിയറിയാണ് ശരിക്കുള്ളതെന്ന് മനസ്സിലാവുന്നത്. കോപ്പർനിക്കസിനൊക്കെ ഒരുപാട് അറ്റാക്ക് ചെയ്യും നമ്മുടെ ചർച്ചും. അവരുടെ ഐഡിയോളജീസ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക, അവരുടെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരെ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ സമയത്ത് ബൈബിളിൽ നടക്കും. എന്ന് പറഞ്ഞാൽ ദൈവമാണ് ശരിക്കും ഡൊമിനന്റ് എന്നൊരു ഐഡിയോളജി സ്ഥാപിക്കാനാണ് ചർച്ച ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് പല സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളും വരുന്നത്. അപ്പം അതുപോലെ കെപ്ലറിന്റെ തിയറികൾ, ന്യൂട്ടന്റെ തിയറികൾ, ഇതുപോലെയൊക്കെ എന്ത് ചെയ്യും, പുതിയ പുതിയ സയന്റിഫിക് ഐഡിയോളജീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു ഐഡിയോളജി, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ഈ സയന്റിഫിക് ഐഡിയോളജി അല്ല, ഈ സയന്റിഫിക് ഐഡിയോളജി അല്ലെങ്കിൽ സയന്റിഫിക് ആയി കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളെ അതേപോലെ എടുത്ത് നമുക്ക് എങ്ങനെ സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ പല സോഷ്യോളജിസ്റ്റിനും ഉണ്ടാവും. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയുടെ ഒരു സയന്റിഫിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ബിബ്ലിക്കൽ ഐഡിയ, ആഡം ആൻഡ് ഈവിനെ ദൈവം സൃഷ്ടിച്ചു, അവിടെ നിന്ന് മനുഷ്യന്മാരുണ്ടായി, ഇതാണ് ശരിക്കും ബൈബിളിൽ പറഞ്ഞത്. അപ്പം ഇതല്ല ഡാർവിൻ ഒരു പുതിയ എവല്യൂഷണറി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്, ഇങ്ങനെയല്ല നമ്മൾ പ്രൈമേറ്റ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്നത് നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായവരാന്ന് പറയത്തില്ല. ശരിക്കും നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായവരല്ല, കുരങ്ങന്മാരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനോട്, ഒരു സ്പീഷീസ് ഗ്രൂപ്പിനോട് വളരെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്പീഷീസ് ആണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം അവരുടെ എന്താണ്, അടുത്ത ബന്ധുക്കളാണ്. അങ്ങനെയാണ് ശരിക്കും അതൊരു ഡാർവിന്റെ എവല്യൂഷണറി തിയറി അങ്ങനെ കൊണ്ടുവരുന്നു. ഇതേ ഐഡിയോളജിയിൽ, ഡാർവിന്റെ എവല്യൂഷണറി തിയറിയുടെ അതേ ഐഡിയോളജിയിൽ കോംറ്റെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ എവല്യൂഷണറി തിയറി കൊണ്ടുവരും. സൊസൈറ്റി ഒരു ഫ്യൂഡൽ സൊസൈറ്റി, അവിടുന്ന് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി, അങ്ങനെ സൊസൈറ്റി അടുത്ത ഒരു എവല്യൂഷൻ, അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂവസ് ആയ ഒരു എവല്യൂഷൻ ഹ്യൂമൻസിന് ഉണ്ടായതുപോലെ എവിടെയും ഉണ്ടാകുന്നു, സൊസൈറ്റികളുടെ മാറ്റങ്ങളിലും ഉണ്ടാകുന്നു. ഒരു കോൺസ്റ്റന്റ് ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് സൊസൈറ്റി എന്ന് കോംറ്റെ സ്ഥാപിക്കുന്നു. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ നമ്മൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസിന് കാരണം എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞില്ലേ, ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ഒന്നാമത്തെ കാരണം. ഫസ്റ്റ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ സംഭവിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാണ് 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത്. അത് എന്തായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്യൂഡലിസം മാറ്റിയിട്ട് ലിബറൽ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സിസ്റ്റം ആയിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്.
അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു? ഫ്രഞ്ച് റെവല്യൂഷന്റെ ഫലമായിട്ട് അവർ കൊണ്ടുവന്നതാണ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇതൊരു ശരിക്കും ഫ്രഞ്ച് ഐഡിയോളജിയാണ്, അവിടെ നിന്ന് നമ്മൾ കടമെടുത്തതാണത്. അപ്പോൾ ഏജ് ഓഫ് ഫ്യൂഡലിസം എൻഡ് ചെയ്യുന്നു. ഇത് മൂലം ഓൾ ഓവർ യൂറോപ്പ്, ജസ്റ്റ് ഫ്രാൻസിൽ മാത്രമല്ല ഓൾ ഓവർ യൂറോപ്പ് ഈ ഒരു ചേഞ്ച് എന്ത് ചെയ്യും? എല്ലായിടത്തും പ്രതിഫലിക്കും. 18th സെഞ്ചുറിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഏജ് ഓഫ് റീസണിങ്, ക്രിട്ടിക്കലിസം, റാഷണലിസം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ പുതിയ ഫിലോസഫിക്കൽ ഐഡിയകൾ ഡെവലപ്പ് ചെയ്യുന്നു. എന്തായിരുന്നു അത്? ഓൾ ട്രൂ തിങ്സ് കുഡ് ബി പ്രൂവ്ഡ് ബൈ റീസൺ. ഇതാണ് ഫ്രഞ്ച് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ തിയറിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഫിലോസഫിക്കൽ ഐഡിയ ആണ്. എന്താണ്? ഓൾ ട്രൂ തിങ്സ് കുഡ് ബി പ്രൂവ്ഡ് ബൈ റീസൺ. എല്ലാ സംഭവങ്ങളും ഉണ്ടാവണമെങ്കിൽ ആ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ എന്തുണ്ടാവണം? ഒരു കാരണം ഉണ്ടാവണം. അതായിരുന്നു അവരുടെ ഐഡിയോളജി. അപ്പൊ ഈ ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മെയിനായിട്ട് സ്പ്രെഡ് ചെയ്ത ആളുകളാണ് മൊണ്ടസ്ക്യൂ, ജോൺ ലോക്കെ, വോൾട്ടയർ, റൂസോ, കോംറ്റെ, ഡർഖെയിം, പാസൺ, ഇങ്ങനെയുള്ള കുറെ സോഷ്യോളജിസ്റ്റുകളെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ, അല്ലെങ്കിൽ ഒരു പൈനിയേഴ്സ് ഓഫ് സോഷ്യോളജി എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ആളുകളാണ്. ഇതുമൂലം എന്ത് ചെയ്യുന്നു? മൊണാർക്കി എൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂഡലിസം എൻഡ് ചെയ്യുന്നു. ലിബറൽ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ലിബറൽ ഡെമോക്രസി നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ഡിസറേ അല്ലെങ്കിൽ സോഷ്യൽ ഡിസോർഡറിന് കാരണമാകും. അതാണ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിബറൽ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് എഫക്റ്റ് അതിനുണ്ടാവും. ആ നെഗറ്റീവ് എഫക്റ്റ് സോഷ്യൽ ഡിസോർഡർ ആണ്. അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. അത് കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന്? ക്യാപിറ്റലിസ്റ്റുകൾ ഇഷ്ടം പോലെ, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ നടക്കുമ്പോഴത്തേക്കും ക്യാപിറ്റലിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും. അന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട, അതായത് ഫ്യൂഡലിസം എക്സിസ്റ്റ് ചെയ്ത സമയത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട പെസൻസ് ഇന്ന് എന്തായി മാറി? ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് മാറി. അവർക്ക് ഇന്നും എക്സ്പ്ലോയിറ്റേഷൻ ഒരു കുറവുമില്ല. അന്ന് പെസൻസ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, ഇന്ന് ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ കുറെ ക്യാപിറ്റലിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ നെഗറ്റീവ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഫലമായിട്ട് കുറെ സോഷ്യോളജിക്കൽ തിയറീസ് കൊണ്ടുവരും ആ ഓർഡർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചേഞ്ച് ആയിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1760-ലാണ് സംഭവിക്കുന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. പക്ഷെ ഇംഗ്ലണ്ടിൽ മാത്രമല്ല, അതിന്റെ ഒരു ആ ഒരു സ്പ്രെഡിങ് ഈവൻ ഇൻ ഇന്ത്യ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് ഇംഗ്ലണ്ടുകാർ വന്നത് എന്തിനാണ്? ശരിക്കും ട്രേഡ് നടത്താനാണ്. ഈ ട്രേഡ് പിന്നീട് എന്തായിട്ട് മാറി? നമ്മളെ അവർ ഡൊമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു? റൂൾ ചെയ്തു തുടങ്ങി. ഏകദേശം 200 വർഷത്തോളം ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിൽ റൂൾ ചെയ്യുന്നത് ആ ഒരു ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് പോലുള്ള പല രാജ്യങ്ങളിലും, ഇംഗ്ലണ്ട് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ആ ഒരു ഹിസ്റ്ററി, അവരുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് വിത്ത് ഇംഗ്ലണ്ട്, പിന്നെ ആരൊക്കെയുണ്ട് അതിന് മുന്നേ? ഫ്രാൻസ് ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും എന്ത് സംഭവിക്കും? അവർക്ക് എക്സ്പ്ലോറേഷൻ സംഭവിക്കും. പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ റൂളേഴ്സ് എന്ത് ചെയ്യും? അവരുടെ എക്സ്പ്ലോറേഴ്സിനെ, ഇപ്പൊ നമ്മൾ വാസ്കോ ഡ ഗാമയൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലോറർ ആയിരുന്നു, ആദ്യം ഒരു വോയേജിന് വേണ്ടിയിട്ട് വന്നതാണ്. അതുപോലെ തന്നെയാണ് കോപ്പർനിക്കസ് പോയിട്ട് കൊളംബസ് പോയിട്ട് എന്ത് ചെയ്യുന്നത്? അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ്? ഇതെല്ലാം ഒരു തുടക്കത്തിലൊരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അത് ട്രേഡിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഡൊമിനേറ്റ് ചെയ്യാനൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുക്കറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇംഗ്ലണ്ട് എന്ത് സംഭവിച്ചു? ഇംഗ്ലണ്ട് പോലുള്ള പല രാജ്യങ്ങളും പുതിയ ടെറിട്ടറി, പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അവർ എക്സ്പ്ലോറേഷനുകൾ നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് പല രാജ്യങ്ങളിൽ പോകുന്നു. അവിടെ ട്രേഡ് ആരംഭിക്കുന്നു. ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തുന്നു. ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തിയവർക്ക് ഇഷ്ടംപോലെ ലാഭം കിട്ടും. ഈ ലാഭം അവരുടെ രാജ്യങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പൊക്കോണ്ടിരുന്നത്. ഈ തിരിച്ചു പോകുന്നത് മൂലം അവിടെ എന്ത് ചെയ്യും? ഭയങ്കരമായ ഡെവലപ്മെന്റുകൾ, പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചിട്ട് ഭയങ്കരമായ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് അവിടെ ഉണ്ടാവും. അതുമൂലം അവരുടെ ടൗണുകൾ വളരും. ടൗൺ വളരുമ്പോഴത്തേക്കും ആളുകൾ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവും, അർബനൈസേഷൻ ഉണ്ടാവും, ഫാക്ടറികൾ ഡെവലപ്പ് ചെയ്യും, ഗുഡ്സിനുള്ള ഡിമാൻഡുകൾ കൂടുന്നു. അതായത് ആളുകൾ, പൈസ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ, അപ്പൊ എന്ത് ചെയ്യാം? അവർക്ക് കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ആ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ സയന്റിഫിക് റെവല്യൂഷൻ സംഭവിച്ചു. സയന്റിഫിക് ആയിട്ടുള്ള കുറെ ഇൻവെൻഷനുകൾ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു.
അപ്പൊ അവരുടെ ഒരു ജീവിതം എളുപ്പമാക്കി മാറ്റുന്ന വളരെ നമുക്ക് എടുത്തു പറയാവുന്ന 2 എക്സാമ്പിൾ ആണ് എന്ത് സ്പിന്നിങ് ജെന്നിയും വാട്ടർ ഫ്രെയിമും. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ചതാണ്. ഇത് രണ്ടും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന 2 സാധനം. വാട്ടർ ഫ്രെയിം ആർക്രൈറ്റിന്റെ ആണ്. അതാണ് വാട്ടർ ഫ്രെയിം. വാട്ടർ ഫ്രെയിം എന്താണ്? ആർക്രൈറ്റ് എന്ന് വെച്ചാൽ വെള്ളം പമ്പ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പവർ വെച്ചിട്ട് നെയ്യുന്ന പരിപാടി. ഇങ്ങനെയുള്ള പല സാധനങ്ങളും പണ്ട് നമ്മൾ കൈകൊണ്ട് നെയ്തുകൊണ്ടിരുന്നത് ഇന്ന് മെഷീനുകൾ നെയ്യുമ്പോഴത്തേക്ക് എന്താണ് കുറച്ചും കൂടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറി. ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് മെഷീൻസ് ഉള്ളതുകൊണ്ട് എന്താണ് ജീവിതം കുറച്ചുകൂടെ കംഫർട്ട് ആൻഡ് കോസി ആയിട്ട് മാറുന്നത് പോലെ തന്നെയാണ് അന്നത്തെ ആളുകൾക്കും. പുതിയ പുതിയ മെഷീനൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താണ് ജീവിതം കുറെ എളുപ്പമായിട്ട് മാറി. അപ്പം ഈ എളുപ്പമായിട്ട് മാറുന്ന മാത്രമല്ല അവർക്ക് പ്രൊഡക്ഷൻ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കും. നമ്മൾ സാധാരണ ഒരാൾ ഒരു ദിവസം കൊണ്ട് നെയ്യുന്ന സാധനം ഒരു മെഷീന് അത് നെയ്തെടുക്കാനായിട്ട് ഒരു 10-15 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് പ്രോഡക്റ്റ് ഒരുപാടായിട്ട് അതായത് എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസിൽ നമുക്ക് ഒരാൾക്ക് നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ കുടിൽ വ്യവസായത്തിൽ ഒരു മുറിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കൂട്ടം മെഷീൻസ് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ നമ്മൾ വെച്ചിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കും. ആ പ്രൊഡക്ഷൻ ഒരുപാട് ആളുകൾ വരും. ഇങ്ങനെയാണ് ഫാക്ടറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിംഗ് എടുക്കുന്നു, കുറെ മെഷീനുകൾ നിരത്തി വെക്കുന്നു, കുറെ ആളുകൾ പണിയെടുക്കുന്നു. ഇതാണ് ശരിക്കും ഫാക്ടറിയുടെ ആരംഭം എന്ന് പറയുന്നത്. എന്നാൽ ഫാക്ടറി സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യും. ക്യാപിറ്റലിസം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ എഫക്റ്റ് ഇൻ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസുകളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകൾ ഒരു പുതിയ സോഷ്യൽ ഓർഡർ ഡെവലപ്പ് ചെയ്തില്ലേ. ഈവൻ കാൾ മാർക്സ് നമുക്ക് അതിനൊരു എക്കണോമിസ്റ്റ് എന്ന നിലയ്ക്ക് കാണണ്ട. ഇവിടെ നമുക്ക് അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ഐഡിയോളജിയുടെ ഉൾപ്പെടുത്തി പറയുവാണെങ്കിൽ ഒരു പുതിയ സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നപ്പോഴത്തേക്കും ഫുൾ സൊസൈറ്റി എന്ത് ചെയ്തു? ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും, ഒരു ഡിസോർഡറിലേക്ക് വരുന്നു. ആളുകൾ ഫുൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. കൂടുതലായിട്ടും ഈ ഫാക്ടറി നിൽക്കുന്ന ഒരു സ്ഥലം ഒരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പം അവിടെ അർബനൈസേഷൻ സംഭവിക്കുന്നു. ആളുകൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയകളിലേക്ക് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ കുടിയേറി പാർക്കാൻ തുടങ്ങുമ്പോൾ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ സംഭവിക്കുന്നു. അഗ്രേറിയൻ ആയിരുന്ന പല സൊസൈറ്റികളും ഇന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവരുടെ ഒരു പാറ്റേൺ, ഒരു ലിവിങ് വേ, ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ചിലർ ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് മാറുകയാണ്. അവിടെ വേറൊരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലാസ് സ്ട്രക്ചർ പണ്ട് ക്ലർജി നോബിളും കൂടെ പെസൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത പോലെ അല്ല ഇന്ന് ക്യാപിറ്റലിസ്റ്റുകൾ ഫാക്ടറി വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടൊരു ക്ലാസ് സ്ട്രക്ചർ, പുതിയ ക്ലാസ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. അവിടെയാണ് കാൾ മാർക്സിന്റെ ഐഡിയോളജി വരുന്നത്. ഇനി മറ്റ് ചേഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ടാവും. പൈസ ശേഖരിച്ച് വെക്കാൻ ബാങ്കുകൾ, ഫിനാൻസ് കോർപ്പറേഷനുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആളുകളുടെ ജീവിത രീതി ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിട്ട് മാറുന്നു. മാനേജർമാര്, ക്യാപിറ്റലിസ്റ്റുകൾ വരുന്നു. അതുപോലെ ആ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മൈഗ്രേഷൻ എങ്ങനെ ഉണ്ടാവും? ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്ക് ഉൾക്കൊള്ളുന്നതിന്റെ ആളുകളുടെ എണ്ണം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവത്തില്ലേ? അപ്പൊ കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ലമ്മുകൾ ഡെവലപ്പ് ചെയ്യും. എന്നുവെച്ചാൽ എക്സസീവ് ആയ ഒരു മൈഗ്രേഷന്റെ ഫലമാണത്. എക്സസീവ് മൈഗ്രേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ആളുകൾ തിങ്ങിപ്പാർക്കും. അവിടെ ഹൈജീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ഡേർട്ട് ആൻഡ് സ്ക്വാലറിൽ ആളുകൾ സ്ലം ഏരിയകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആളുകൾ ജീവിക്കാൻ തുടങ്ങും. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയൽ സിറ്റികളുടെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ ഒരു അർബനൈസേഷൻ സംഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതിൽ താഴെ വരുന്ന കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു സോഷ്യൽ ആയിട്ടൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ഡിസ്പാരിറ്റി, ക്യാപിറ്റലിസ്റ്റുകളും ഫാക്ടറി വർക്കേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവർ തമ്മിൽ ഒരു ഡിസ്പാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഇതാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റം. ഇനി അപ്പം ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ആ പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ആരുണ്ട്? ഫിലോസഫിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നമുക്ക് അന്നുള്ള സോഷ്യൽ തിങ്കേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കൺസർവേറ്റീവുകളും റാഡിക്കൽ തിങ്കേഴ്സും. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഉണ്ടായ പുതിയ മാറ്റത്തിൽ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എന്ത് സംഭവിക്കും, എങ്ങനെ മാറും, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കും. ചിന്തകർ എന്ത് ചെയ്യും? ചിന്തിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് കൺസർവേറ്റീവ്. അവരെ ചിന്തിക്കുന്നത് എന്താണ്? ഈ ഒരു മാറ്റം, ഇങ്ങനെ ഉണ്ടാവുന്ന പുതിയ സോഷ്യൽ ചേഞ്ചുകൾ ഉറപ്പായിട്ട് എന്ത്
എന്തിലേക്ക് നയിക്കും? കെയോസ് ആൻഡ് ഡിസോർഡർ, കുറെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത മാത്രമേ ഉള്ളൂ എന്നാണ് കൺസർവേറ്റീവുകൾ ചിന്തിക്കുന്നത്. അതേസമയം റാഡിക്കൽ തിങ്കേഴ്സ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് പുതിയൊരു വർക്കിംഗ് ക്ലാസ് റെവല്യൂഷന് കാരണമാകും എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഒരു പുതിയ ഫാക്ടറി വർക്കേഴ്സ് വന്നില്ലേ, ഇപ്പൊ എന്നും കൊന്നും അവർ എത്രയും ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല. എങ്ങനെയാണോ പെസൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടുവന്ന് ഫ്യൂഡലിസം എൻഡ് ചെയ്തത്, അതേപോലെ ഈ ഫാക്ടറി വർക്കേഴ്സും ഒരു കാലത്ത് എന്ത് ചെയ്യാം, കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും, അതുപോലെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്ന് ചിന്തിച്ച ആളുകളാണ് റാഡിക്കൽ തിങ്കേഴ്സ്. അപ്പൊ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ, അവരുടെ മെയിൻ ഒരു രണ്ടുപേരും, അതായത് കൺസർവേറ്റീവ്സ് ആയാലും റാഡിക്കൽ തിങ്കേഴ്സ് ആയാലും, അവരുടെ രണ്ടുപേരുടെയും മെയിൻ അവരുടെ ഒരു കുറെ ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേബറിന്റെ കണ്ടീഷൻ, അതായത് ജോലി ചെയ്യുന്ന ആളുകളുടെ കണ്ടീഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ, ഇത് ഒരു പല സോഷ്യോളജിക്കൽ ഐഡിയകളായിട്ട് ഡെവലപ്പ് ചെയ്യുക ഈ ഓരോ ചിന്തകളും അല്ലെങ്കിൽ ഓരോരോ ഡൗട്ടുകളും പിന്നീട് നമ്മുടെ സോഷ്യോളജിയിൽ തന്നെയുള്ള പല ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. കണ്ടീഷൻസ് ഓഫ് ലേബറിന്റെ എങ്ങനെയായിരിക്കാം അവരുടെ ജീവിത സാഹചര്യം എന്താണ്, അവരുടെ ഫാക്ടറിയിൽ അവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ അർബനൈസേഷൻ, ടെക്നോളജി, ഇതെല്ലാം എന്താണ് അവരുടെ മെയിൻ കൺസേൺസ് ആണ്. ഈ കൺസേണുകളാണ് പിന്നീട് സോഷ്യോളജി ഡിസിപ്ലിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പല ഏരിയകളായിട്ട് ആസ് എ ഡിഫറെന്റ് ഏരിയാസ് ഇതെന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇനി സോഷ്യോളജിക്കൽ തിയറിയുടെ ഡെവലപ്മെന്റ് ഒന്നുമില്ല, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. പ്രീകഴ്സർ സോഷ്യോളജി വാസ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, സോഷ്യോളജി ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് സയന്റിഫിക് മെത്തേഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലേ. സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാത്തിനും നമുക്ക് അളവും കുറിവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അളന്ന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡായിട്ട് ഉപയോഗിക്കും. അതേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ഇൻട്രൊഡക്ഷൻ എവിടെ ഉണ്ടാവും, സോഷ്യോളജിയിലുണ്ടാവും. സോഷ്യോളജിയിൽ നമ്മൾ ഒന്നും പോയി സ്കെയിൽ വെച്ച് അളക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവേകൾ എടുക്കും, അല്ലെങ്കിൽ ക്വസ്റ്റനേഴ്സ് കൊടുത്തിട്ട് ഇന്റർവ്യൂകൾ നടത്തും. ഇങ്ങനെയുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലം എല്ലാം നമ്മൾ അതിനെല്ലാം ഒരു അളവുകോൽ നിശ്ചയിക്കും. അയ്യോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഈ സോഷ്യൽ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ സോഷ്യോളജിയിൽ കൊണ്ടുവരും. ഈ രണ്ട് കാരണങ്ങൾ, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി നിന്ന് സോഷ്യോളജിയിലേക്ക് മാറുന്നതും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമാണ് സോഷ്യോളജിക്കൽ തിയറികൾ ഉണ്ടാവാനുള്ള കാരണം. ഇനി അപ്പം ഇത്രേ ഉള്ളൂ സോഷ്യോളജിയെ പറ്റി പറയാനായിട്ട്. ഒരു റഫ് ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി സോഷ്യൽ ആന്ത്രോപോളജി അഥവാ ആന്ത്രോപോളജിയെ പറ്റി സംസാരിക്കാം. എമർജൻസ് സോഷ്യൽ ആന്ത്രോപോളജി, അത് നമ്മൾ രണ്ട് ഫേസസ് ഉണ്ട് മെയിനായിട്ട് സോഷ്യൽ ആന്ത്രോപോളജിക്ക്. സിമ്പിൾ ആണ്, ടെക്സ്റ്റിൽ ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി പറഞ്ഞുതരാം. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ക്ലോസസ്റ്റ് ഡിസിപ്ലിൻ ആണ്. അതേപോലെ സോഷ്യൽ ആന്ത്രോപോളജി അഥവാ ആന്ത്രോപോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് എന്താണ്, നാച്ചുറൽ സയൻസുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ BSc ആന്ത്രോപോളജി ആക്കണം, BA ആന്ത്രോപോളജി അല്ല എന്നൊരു ഇതുണ്ടായിരുന്നത്. കാരണം സോഷ്യൽ സയൻസ് ആസ് എ സോഷ്യൽ സയൻസ് സബ്ജക്ട് ആന്ത്രോപോളജിക്ക് എന്തുമായിട്ടും ഹ്യൂമാനിറ്റീസുമായിട്ടും ഉണ്ട്, അതേപോലെ നാച്ചുറൽ സയൻസുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്തിട്ട് ആന്ത്രോപോളജി എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതും ശരിക്കും സോഷ്യോളജിയെ പോലെ എന്താണ്, സയന്റിഫിക് വേൾഡ്, യൂറോപ്പിലുണ്ടായ സയന്റിഫിക് ആയിട്ടുള്ള കുറെ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, ഇൻഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയ ഒരു ബന്ധം ആന്ത്രോപോളജിക്ക് ഇതുമായിട്ടില്ല, എങ്കിലും വെസ്റ്റേൺ യൂറോപ്പിലുണ്ടായ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിലുണ്ടായ ഒരു സയന്റിഫിക് ഡെവലപ്മെന്റിന്റെ ഫലമായിട്ടാണ് സോഷ്യൽ ആന്ത്രോപോളജിയും ഉണ്ടാവുന്നത്. അതിലെ മെയിൻ തിങ്കേഴ്സ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. ഇമ്മാനുവൽ കാന്റിന്റെ ഫസ്റ്റ് ഐഡിയോളജി എന്നാണ് ആന്ത്രോപോളജി ആസ് എ ഡിസിപ്ലിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് പോർച്ചുഗീസ്, അത് കണക്കിന് സ്പാനിയാർഡ്സ്, അവരൊക്കെ എന്ത് ചെയ്യും, ഇപ്പം ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലേക്ക് എക്സ്പ്ലോറേഷന് വരുന്നു. അപ്പൊ അവരെഴുതിയ കുറെ റെക്കോർഡുകൾ, ഈ റെക്കോർഡ് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്, അവരുടെ കൾച്ചർ ഇങ്ങനെയൊക്കെയാണ്, ഈ ഒരു സ്റ്റഡിയിൽ നിന്നാണ് ശരിക്കും ആന്ത്രോപോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്രീക്കോ റോമൻ റെനൈസൻസ് സംഭവിക്കുന്നത് മൂലവും ഹെറഡോട്ടസിന്റെ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ പല ആളുകളെ പറ്റിയുള്ള പഠനങ്ങൾ, അവരുടെ കൾച്ചറിനെ പറ്റിയുള്ള പഠനങ്ങളുടെ, അവരുടെ ജീവിത രീതികൾ, ഇങ്ങനെയുള്ള പഠനമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ട് മാൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ എടുത്തിട്ട് അവരും അവരുടെ റിലേഷൻസ്, ഇതാണ് ആന്ത്രോപോളജി പഠിക്കുന്നത്. സൊസൈറ്റിയെ പറ്റിയിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത്. ഒരു സോഷ്യൽ ഫിനോമിന എടുക്കുമ്പോൾ ആ ഫിനോമിന, അതുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റ്, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും. എന്നാൽ ഒരു സ്പെസിഫിക് സബ്ജക്ട് മാറ്റർ ഓഫ് ആന്ത്രോപോളജി എന്ന് പറയുന്നത് മാൻ ആണ്. ഇത് തന്നെയാണ് ഈ
ആന്ത്രോപോളജിക്കൽ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പോൾ ആന്ത്രോപോളജി ഡെവലപ്പ് ചെയ്യുന്നത് 2 ഫേസസിലായിട്ടാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഏർലി 18th സെഞ്ചുറി, അതായത് ഒരു 1800s ആദ്യം തുടക്ക കാലഘട്ടത്തിലാണ് ആന്ത്രോപോളജി ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. യൂറോപ്പിലുണ്ടായ റിനൈസൻസ് ആണ് അതിന്റെ മെയിൻ കാരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോക്കെ, മൊണ്ടെസ്ക്യൂ, റൂസോ, ഇവരൊക്കെ നമ്മൾ സോഷ്യോളജിസ്റ്റുകളായിട്ടും പറഞ്ഞ ആളുകളാണ്. ഇപ്പൊ ഇവർ സോഷ്യോളജിസ്റ്റ് ആണെന്ന് മാത്രം നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവർ ആരുമാണ്? ആന്ത്രോപോളജിസ്റ്റുകളും ആണ്. ഇവരുടെയൊക്കെ വർക്കുകളാണ് സോഷ്യോളജി അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന 2 സബ്ജക്റ്റിന്റെയും ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, ഒരു തുടക്കം, അവരുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ലോക്കെ, മൊണ്ടെസ്ക്യൂ, റൂസോ, അവരുടെയൊക്കെ വർക്കുകൾ തന്നെ ആണ്. പിന്നീട് ഇവിടെ വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ സോഷ്യോളജി വരുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയെ പറ്റി പഠിക്കും. മറ്റേ ആന്ത്രോപോളജി വരുമ്പോഴത്തേക്കും മാൻ, സ്റ്റഡി ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ആന്ത്രോപോളജിയെ പറ്റി ഹെബൽ പറയുന്നത് ഇറ്റ് ഹൈലി റിലേറ്റഡ് ടു നാച്ചുറൽ സയൻസ്. എന്ന് വെച്ചാൽ നാച്ചുറൽ സയൻസും ആന്ത്രോപോളജിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് ഹെബൽ പറയും. എന്നുവെച്ചാൽ ഒരു ഐഡിയോളജിയിൽ ഭയങ്കരമായിട്ടൊരു എന്തുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട് പല തിങ്കേഴ്സിന്റെയും. ഇത് അതേസമയം പ്രിച്ചാർഡ് പറയുന്നത് ഹ്യൂമാനിറ്റീസുമായിട്ടാണ് ബന്ധം എന്നാ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരാൾ പറയും ഹ്യൂമാനിറ്റീസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന്, മറ്റൊരാൾ പറയും നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷെ എങ്ങനെയായാലും എന്താണ്, ആന്ത്രോപോളജി രണ്ടിന്റെയും, നാച്ചുറൽ സയൻസിന്റെയും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന്റെയും ക്ലബിംഗ് ആണ്. ഇനി ഇതാണ് ഫസ്റ്റ് ഫേസ് ഡെവലപ്മെന്റ്. ആസ് എ ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഐഡിയോളജി എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് വരുന്നു റിനൈസൻസിന്റെ ഫലമായിട്ട് 18th സെഞ്ചുറിയുടെ തുടക്കത്തിൽ. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 18th സെഞ്ചുറിയുടെ അവസാനം, ലേറ്റ് 18th സെഞ്ചുറി ആകുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് പഠിച്ചു തുടങ്ങും. ഒരു പർട്ടിക്കുലർ മാറ്റർ ഓഫ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നമുക്ക് എന്തൊക്കെയാണ്, ഫിസിക്കൽ ആന്ത്രോപോളജിയുടെയും പ്രീ ഹിസ്റ്ററിയുടെയും എത്നോളജിയുടെയും ഇതിന്റെ 3ന്റെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് പഠിച്ചു തുടങ്ങുന്നതിനെയാണ് നമ്മൾ ആന്ത്രോപോളജി എന്ന് വിളിക്കുന്നത്. അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പല ഇടങ്ങളിൽ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ സബ്ജക്റ്റ് പഠിപ്പിച്ചു തുടങ്ങുന്നു. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെയും ഫ്രഞ്ച് റവല്യൂഷനും എല്ലാം എന്താണ്, ഇൻഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് ആന്ത്രോപോളജിയുമായിട്ട്. ഇത്രേ ഉള്ളൂ ആന്ത്രോപോളജിയുടെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി അഥവാ മോഡേൺ ആന്ത്രോപോളജി എന്ന് നമ്മൾ പറഞ്ഞു വന്നാൽ അതിനൊരു എമർജൻസി നമ്മൾ പറയുന്നത് പല ആന്ത്രോപോളജിസ്റ്റുകളുടെ വെച്ചിട്ട്, അല്ലാതെ നമ്മൾ സ്പെസിഫിക് ഐഡിയ ആയിട്ട് പഠിക്കാനില്ല. പല ആന്ത്രോപോളജിസ്റ്റിനെ എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കുറേയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ പഠിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. എസ്സേ ടോപ്പിക് വരുവാണെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു പർട്ടിക്കുലർ ആളെ പറ്റി അല്ലെങ്കിൽ അയാൾ എഴുതിയ പുസ്തകം ഏതായെന്ന് ചോദിക്കത്തില്ല. എസ്സേ ടോപ്പിക്കിൽ നിങ്ങൾ കുറേ പേരെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാം കാണാതെ പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു 3-4 പഠിച്ചു വയ്ക്കുക. സോ ഫസ്റ്റ് വൺ ബ്രോണിസ്ലോ മെലിനോസ്കി. അദ്ദേഹം എന്താണ്, മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഫൗണ്ടർ അഥവാ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് മെലിനോസ്കി. അദ്ദേഹത്തിന്റെ ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയിലേക്ക് എത്നോഗ്രഫിക്കൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത്ര ഡെപ്തിൽ നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, കാരണം ഇതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അപ്പം ഫങ്ഷണലിസം തിയറി എന്താണ്, എത്നോഗ്രഫി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡെപ്തിൽ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ എത്നോഗ്രഫിക് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഓർക്കുക. മെലിനോസ്കി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, സയന്റിഫിക് തിയറി ഓഫ് കൾച്ചർ ആൻഡ് അതർ എസ്സേസ് 1, രണ്ടാമത്തത് ക്രൈം ആൻഡ് കസ്റ്റം ഇൻ സാവേജ് സൊസൈറ്റി, അത് ഓർത്തിരിക്കാമല്ലോ, ക്രൈം ആൻഡ് കസ്റ്റം ഇൻ സാവേജ് സൊസൈറ്റി. രണ്ടാമത്തത് റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. ബ്രൗൺ എന്ന് പറയുന്നത് അദ്ദേഹം മോഡേൺ ആന്ത്രോപോളജിയുടെ ഫൗണ്ടർ എന്നാണ് പറയുന്നത്. തിയറിറ്റിക്കൽ അദ്ദേഹം ഒരു പുതിയ മെത്തേഡ് കണ്ടുപിടിക്കും, ഒരു പുതിയ അപ്രോച്ച് ആന്ത്രോപോളജിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ബ്രൗൺ. അദ്ദേഹത്തിന്റെ ഐഡിയ തിയറിറ്റിക്കൽ അപ്രോച്ചാണ്. അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. അദ്ദേഹത്തിന്റെ മെയിൻ വർക്കുകൾ ആൻഡമാൻ ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻഡമാനിലുള്ള ആളുകളെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തുന്ന ആളാണ് ബ്രൗൺ. സോ ആൻഡമാൻ ഐലൻഡേഴ്സ് സ്റ്റഡി ഇൻ സോഷ്യൽ ആന്ത്രോപോളജി. രണ്ടാമത്തെ പുസ്തകം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. അടുത്തത് മോസ് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൽ ആന്ത്രോപോളജി ഡെവലപ്പ് ചെയ്ത ആൾ. അപ്പം ഫാദർ ഓഫ് മോഡേൺ ആന്ത്രോപോളജി ഇൻ ഫ്രാൻസ് എന്ന് വിളിക്കുന്ന ആളാണ് മാർസൽ മോസ്. അദ്ദേഹം എന്ത് ചെയ്തു, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി, സൊസൈറ്റിയിലുള്ള പല സാധനങ്ങളെയും പല ഒബ്ജക്റ്റുകളെയും ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന ആളാണ് മോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഗിഫ്റ്റ് എന്നാണ്. അടുത്തത് ലെവി സ്ട്രോസിന്റെ മെയിൻ പഠനം എന്ന് പറയുന്നത്, സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് മിത്ത്, കൾച്ചർ,
അതുകണക്ക് തന്നെ റിലീജിയൻ, സോഷ്യൽ ഓർഗനൈസേഷൻസ് എന്നിവയായിരുന്നു. ഇപ്പം നമ്മളിപ്പം ഈ സോഷ്യോളജിയിലൊക്കെ PhD ഒക്കെ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏതൊരു പർട്ടിക്കുലർ സബ്ജക്ട് എടുത്തിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നവയാണ് എന്തൊക്കെ? സോഷ്യൽ ഓർഗനൈസേഷനിൽ PhD എടുക്കുന്നവരുണ്ട്, റിലീജിയനിൽ PhD എടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനകത്ത് എന്നൊരു സാധനം അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ലെവി സ്ട്രോസ്. എന്തൊക്കെയാ? മിത്ത്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ ഓർഗനൈസേഷൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എലമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ്, ട്രിസ്റ്റസ് ട്രോപ്പിക്വസ് എന്നാണ്, ഇത് ട്രസ്റ്റഡ് അല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ട്രിസ്റ്റസ് ട്രോപ്പിക്വസ് എന്നാണ്. സ്ട്രക്ചറൽ ആന്ത്രോപോളജി, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അടുത്തത് ലൂയിസ് മോർഗൻ. അദ്ദേഹം കിൻഷിപ്പ് സിസ്റ്റം ആണ് പഠിക്കുന്നത്. ഒരു സൊസൈറ്റിയിലെ എവല്യൂഷണറി സ്റ്റേജസ് എങ്ങനെയുണ്ടാവും, ഒരു സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിക്കുന്ന ആളാണ് ലൂയിസ് മോർഗൻ. അദ്ദേഹത്തിന്റെ വർക്ക് സിസ്റ്റം ഓഫ് കോൺസാങ്വിനിറ്റി ആൻഡ് അഫിനിറ്റി ഓഫ് ഹ്യൂമൻ ഫാമിലി. ഇതൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് മോർഗനെ ഒന്നും പഠിക്കണം എന്നില്ല, മറ്റവർ രണ്ടൊക്കെ പഠിച്ചു വെക്കാൻ ഓർക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അടുത്തത് ഫെർഗ്യൂസൻ മെക്ലനൻ. അദ്ദേഹം കസ്റ്റം, അത് ഇപ്പോൾ ഒരു മാരേജ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ കസ്റ്റം, അത് പല സൊസൈറ്റികളിൽ എങ്ങനെയൊക്കെയാണ്, അവരുടെ കസ്റ്റങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം ഒരു മുസ്ലിം മാരേജ് സിസ്റ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് സിസ്റ്റം എങ്ങനെയാണ്, ഒരു ട്രൈബൽ സൊസൈറ്റി ആണെങ്കിൽ അവരുടെ മാരേജ് സിസ്റ്റം എന്താണ്, ഇതൊക്കെ പഠിച്ച ആളാണ് മെക്ലനൻ എന്ന് പറയുന്നത്. അതിന്റെ പുസ്തകങ്ങളുടെ പേര് പ്രിമിറ്റീവ് മാരേജും പാട്രിയാർക്കൽ തിയറിയും ആണ്. അതൊക്കെ എളുപ്പമല്ലേ ഓർത്ത് വെക്കാനായിട്ട്. അടുത്ത ബാസ്റ്റിയൻ, അദ്ദേഹം ഫാദർ ഓഫ് ജർമ്മൻ ആന്ത്രോപോളജിയാണ്. മറ്റേ മോസ് ആയിരുന്നു ഫ്രാൻസില്, ജർമ്മനിയിലേക്ക് വരുമ്പോഴത്തേക്കും ആരാണ്? ബാസ്റ്റിയൻ ആണ്. അദ്ദേഹം ഹ്യൂമൻ സൈക്കോളജിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആന്ത്രോപോളജിക്കകത്ത് അവരുടെ കൾച്ചർ, ഹ്യൂമൻ സൈക്കോളജി, ഇത് ഇത്രയുമാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് എഡ്വേർഡ് ടൈലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം കൾച്ചറൽ ആന്ത്രോപോളജിയുടെ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് എഡ്വേർഡ് ടൈലർ. അദ്ദേഹത്തിന്റെ തിയറീസ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ എവല്യൂഷൻ അനുസരിച്ച് ഒരു കൾച്ചർ ഉണ്ടാവുന്നത് അതെങ്ങനെ നശിച്ചു പോകുന്നു, കൾച്ചറൽ എവല്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ നശിച്ചു പോകുന്നല്ല, എങ്ങനെ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു, എന്നുവെച്ചാൽ ഒരു പർട്ടിക്കുലർ കൾച്ചർ മറ്റൊരിടത്തേക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് കൾച്ചറൽ എവല്യൂഷൻ ആൻഡ് ഡിഫ്യൂഷനകത്ത് ആര് പഠിക്കുന്നത്? ടൈലർ പഠിക്കുന്നത്. റിലീജിയൻ ആൻഡ് മാജിക് ആയിരുന്നു, റിലീജിയൻ, മാജിക് എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം പ്രിമിറ്റീവ് കൾച്ചർ ആൻഡ് ആന്ത്രോപോളജി എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. ഇനി ഇത്രയും ആളുകളെ മാത്രം അല്ലെങ്കിൽ ഒരു തിങ്കേഴ്സ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകൾ മാത്രമല്ല ആന്ത്രോപോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവോൾവ് ചെയ്യാൻ കാരണം. ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്, അതും എന്ത് ചെയ്യുന്നു? ആന്ത്രോപോളജി ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രൊട്ടക്ഷൻ സൊസൈറ്റി 1837 ഉണ്ടായതാണ്. ഇതാണ് ഏറ്റവും വേൾഡിൽ തന്നെ ആദ്യത്തെ ആന്ത്രോപോളജിക്കൽ അസോസിയേഷനാണ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി. രണ്ടാമത്തത് ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ഓഫ് 1863. അടുത്തത് അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ 1902. ഇത് മൂന്നെണ്ണമാണ്. ഇനി ഇന്ത്യൻ സ്പെസിഫിക് കേസ് പറയുവാണെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1774, ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി ഓഫ് ബോംബെ 1886. പക്ഷേ ഇന്ത്യയുടെ കേസിൽ എടുക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നമുക്ക് അന്നൊരു ആന്ത്രോപോളജിക്കൽ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് അത്ര ഇതായിട്ട് ഡെവലപ്പ് ഉണ്ടായിരുന്നില്ല എവിടെ? ഇന്ത്യയിൽ. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന പല ആന്ത്രോപോളജിക്കൽ വർക്കുകളും എഴുതിയത് അല്ലെങ്കിൽ അതൊക്കെ തയ്യാറാക്കിയത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അല്ലാതെ ഇന്ത്യൻസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എഴുതപ്പെട്ട ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ബ്ലണ്ട്, ക്രൂഗ്, ഡാൽട്ടൺ, റിഡ്ലി, റസൽ എല്ലാം. ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ സൊസൈറ്റികളുടെയൊക്കെ പേര് ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞ തിങ്കേഴ്സിൽ ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയ 3-4 ഓർത്തിരിക്കുക, അവരുടെ വർക്കുകൾ പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരാണ്. അപ്പോൾ ബൈ.